കോടതി വളപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി പോലീസ് ഉദ്യോഗസ്ഥൻ. കോട്ടയം ട്രാഫിക് പോലീസിലെ ഉദ്യോഗസ്ഥനായ ശശികുമാറാണ് പ്രതിയെ പിടികൂടിയത്. ടോബി ജോൺസൺ കോട്ടയം ചെയ്തു. ടോബി, ഇന്നലെ ടോബി റിപ്പോർട്ട് ചെയ്ത വാർത്തയിലെ പ്രതിയാണ്. ഈ ട്രെയിനുകളിൽ നിന്ന് ലഹരി ഉപയോഗത്തിന് പണം കണ്ടെത്താൻ ലാപ്ടോപ്പുകളും ഫോണും കവർന്ന കേസിലെ പ്രതി എപ്പോഴാണ് കോടതി വളപ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ധീരമായി പ്രതിയെ പിടികൂടിയത്? വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു സുഹൈൽ ഇന്ന് നടന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ട്രെയിൻ കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ തുടർക്കഥയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിയെ അസം സ്വദേശിയായിട്ടുള്ള ദിൽഗാർ ഹുസൈൻ എന്ന് പറയുന്ന പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടുന്നത്. അതായത് അയാളുടെ പക്കൽ നിന്ന് നിരവധി മൊബൈൽ ഫോണുകൾ അടക്കം കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് കോടതിയിൽ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി പ്രതിയെ ഇന്ന് കൊണ്ടുവന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി വിലങ്ങഴിക്കുന്ന സമയത്താണ് ഇയാൾ പെട്ടെന്ന് അവിടെ നിന്നും പോലീസുകാരെ തള്ളിമാറ്റി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട പ്രതി കോട്ടയം ടൗണിലുള്ള, അതായത് കളക്ടറേറ്റിന് മുന്നിലുള്ള വഴിയിലൂടെ ബേക്കറി ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിലൂടെ ഇറങ്ങി ഓടി. തുടർന്നാണ് അവിടെ ട്രാഫിക്കിലുണ്ടായിരുന്നത്, അതായത് കളക്ടറേറ്റിന് മുന്നിൽ ട്രാഫിക്കിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശശികുമാർ ഇത് കാണുന്നത്. ഉടനെ തന്നെ ഇയാളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തി പിടികൂടുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ധീരമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ പ്രതിയെ അപ്പോൾ പിടികൂടാൻ സാധിച്ചത്. ഉടൻ തന്നെ മറ്റ് പോലീസുകാരെത്തി ഈ പ്രതിയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ പ്രതിയെ പിടികൂടുന്നതിന് കാരണമായത്. ഓടിയാലും എത്രത്തോളം ഓടുമെന്ന് കേരള പോലീസ് അറിയാം. ധീരമായ ഇടപെടലുകൾ. ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ പ്രതിയെ കീഴ്പ്പെടുത്തി ഇപ്പോൾ വീണ്ടും സെല്ലിലാക്കിയിരിക്കുന്നു എന്ന വിശദാംശമാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നൽകിയത്.